അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله على كل حال. സഹോദരങ്ങളെ, മറാഖി അൽ വഈ എന്ന സ്വാലിഹ് സിന്ദി, ഷെയ്ഖ് സ്വാലിഹ് സിന്ദിയുടെ വിഖ്യാതമായ ഗ്രന്ഥം, അതിൻ്റെ പഠനത്തിലാണ് നാം ഏവരും. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കാൻ പോകുന്ന അധ്യായം സ്വാതന്ത്ര്യം ഇസ്ലാമിക വീക്ഷണത്തിൽ. അൽ ഹുർരിയത്തു ബൈനൽ ഇത്ലാഖി വത്തഖീദ്. സ്വാതന്ത്ര്യം അത് പരിപൂർണമായിട്ടും നമുക്ക് നൽകേണ്ട കാര്യമാണോ? നിരുപാധികം നമുക്ക് ഒരു ബന്ധനങ്ങളുമില്ലാതെ കിട്ടേണ്ടതാണോ? അതോ ചില നിബന്ധനകളോടുകൂടി, ചില അതിർവരമ്പുകളോടുകൂടി ലഭിക്കേണ്ടതാണോ എന്ന വിഷയമാണ്. ഷെയ്ഖ് ഈ വിഷയത്തിനെ ആമുഖമായി കൊണ്ട് സൂചിപ്പിക്കുന്നൊരു കാര്യം, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് സന്തോഷമാണ്. സ്വാതന്ത്ര്യം എപ്പോഴും ഫ്രീഡം വേണം നമുക്ക്. നമ്മൾ ജാമ്യയിലാണ് പഠിക്കുന്നത്, ജാമ്യക്കാർക്ക് നിയമം ഇഷ്ടമല്ല, ഫ്രീഡം വേണം. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പല രൂപം. മൊബൈൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, ഇന്ന ആൾക്കാരുടെ നാട്ടിൽ പോകാൻ പറ്റത്തില്ല, അതിന് നിയമമുണ്ട്, പല കാര്യങ്ങളാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പം സന്തോഷമാണ്. പക്ഷേ ഷെയ്ഖ് പറയുന്നൊരു പോയിന്റ്, ചില വാക്കുകളുണ്ട്, ആ വാക്കുകൾ സത്യസന്ധനും ഉപയോഗിക്കും, അതേപോലെ തന്നെ മതനിഷേധിയും അതിനെ ഉപയോഗിക്കും. പക്ഷേ രണ്ടർത്ഥത്തിലായിരിക്കും അവരുദ്ദേശിക്കുന്ന. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളുമായിരിക്കും അതിൻ്റെ ഉള്ളിൽ. മുട്ടായി കവറിൽ പൊതിഞ്ഞ് നമുക്ക് ലഭിക്കുന്നത് പോലെ, വിഷം നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു വാക്കായിട്ടാണ് സ്വാതന്ത്ര്യത്തിനെ ഷെയ്ഖ് നമ്മുടെ ഇവർക്കിവിടെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് വ്യക്തി സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം. ആരും നമ്മളെ തടയാൻ വരല്ല, നമുക്കിഷ്ടമുള്ളതുപോലെ എന്ത് ഞങ്ങൾക്ക് ചെയ്യണം എന്ന ആ ഒരു ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യരെയൊക്കെ വഴിപിഴപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. എല്ലാ വിധത്തിലുമുള്ള ക്രമങ്ങളെയും തെറ്റിച്ചു കളയും. കുടുംബം എന്ന് പറയുന്ന സംവിധാനം, സമൂഹം എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിനുള്ളിൽ സുരക്ഷിതനായിട്ട് നിൽക്കുന്ന മനുഷ്യൻ, അത് കുട്ടിയാകട്ടെ, അതൊരു സ്ത്രീ ആകട്ടെ, അതൊരു മനുഷ്യൻ ആരായിക്കൊള്ളട്ടെ, ആ സമൂഹത്തിനുള്ളിൽ സുരക്ഷിതനായിട്ട് നിൽക്കുന്നതിന് സമൂഹത്തിലൊരു സംവിധാനമുണ്ട്, അവിടെ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു വിഷയം വരുന്നത്. അതുകൊണ്ട് ഷെയ്ഖ് ഇവിടെ പറയുന്നു, മൗഖൂഫായി കൊണ്ട് റിപ്പോർട്ട് ചെയ്ത, മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത വാക്ക് നമുക്ക് കാണാം. ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മതി കുല്ലു മുനാഫിഖിൻ അലീമിൽ ലിസാൻ. വളരെ ജനങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ കഴിവുള്ള കപടവിശ്വാസിയെയാണ് എൻ്റെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്. അവൻ്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നും അവൻ പറയുന്നത് സത്യമാണെന്ന്. പക്ഷേ അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് മറ്റു കാര്യങ്ങളാണ്. അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതത്തിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കൽ, അള്ളാഹുവിൽ നിന്ന് ജനങ്ങൾ അകറ്റുമാറ്റൽ. നമ്മളൊരിക്കലും നിങ്ങളുടെ മതവിഷയത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ചർച്ച ചെയ്യാൻ, പക്ഷെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങളാരെയും ഇടപെടാനും വരരില്ല. അങ്ങനെ തുടങ്ങി ധാരാളം സംസാരമാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ വളരെ മധുരമാർന്ന വാക്കുകൾ അവർ ഉപയോഗിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ദീനിനെ തകർക്കുന്ന എല്ലാ കാര്യങ്ങളെയും തകർത്ത് കളയുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഷെയ്ഖ് അതിനുശേഷം എന്താണ് സ്വാതന്ത്ര്യം എന്ന് നിർവചിക്കുകയാണ്. അതിൽ വ്യത്യസ്ത ആൾക്കാർക്ക്, അതായത് ഫിലോസഫിക്കാരാകട്ടെ,
അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള ആൾക്കാരാകട്ടെ, അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിലുള്ള ആൾക്കാരാകട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ആരായിക്കൊള്ളട്ടെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിന് അവരുടേതായിട്ടുള്ള അർത്ഥങ്ങൾ അവർ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫിലോസഫിക്കാർ എടുത്തു പറയുന്ന 2 നിർവചനങ്ങളാണ് ഷെയ്ഖ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത്. ഹിയൽ ഇസ്തിഖ്ലാലുൽ ഫർദി ഫി തസറുഫാത്തിഹി, ഒരു വ്യക്തിയുടെ അവൻ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവന് സ്വാതന്ത്ര്യം ലഭിക്കൽ. വഅദമുൽ ഇൻഖിയാദിഹി ലി അയ്യി സൽതത്തിൻ, ഒരു അധികാരങ്ങൾക്കും കീഴൊതുങ്ങാതെ പരിപൂർണമായിട്ടും സ്വതന്ത്രനായിക്കൊണ്ട് എന്തും ആ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുക. മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു, ഇന്നഹൽ ഖുദ്റതു അലാ തഹ്ഖീഖി ഫിഅലിൻ ഔ ഇംതിനാഉൻ അൻ തഹ്ഖീഖി ഫിഅലിൻ ദൂന ഖുദൂഇൻ ലി അയ്യി വഖ്തിൻ ഖാരിജിൻ, പുറത്തുള്ള ഒരു പ്രേരണയ്ക്കും അതിൻ്റെ സ്വാധീനമില്ലാതെ സ്വതന്ത്രമായിക്കൊണ്ട് എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യുക, ഇഷ്ടമുള്ള കാര്യം ചെയ്യാതിരിക്കുക എന്നതിനും സ്വാതന്ത്ര്യമെന്ന് പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ, നിരുപാധികം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഉദ്ദേശങ്ങളും എൻ്റെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് എനിക്ക് എന്തും ചെയ്യാൻ കഴിയുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിലും സുന്നത്തിലും ഒരിക്കലും ഇവർ പറയുന്ന അർത്ഥത്തിൽ ഒരിക്കലും ഈ സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, എവിടെയും ഉപയോഗിച്ചിട്ടില്ല. ആകെ ഖുർആൻ ഉപയോഗിച്ചത് അടിമ സമ്പ്രദായത്തിലുള്ള അടിമകൾ, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അവർ സ്വതന്ത്രരായി എന്ന രൂപത്തിൽ ആ അടിമയ്ക്ക് ഓപ്പോസിറ്റായിക്കൊണ്ട് വൈരുദ്ധ്യമായിക്കൊണ്ടുള്ള ഒരു വാക്കായിട്ടാണ് ഹുർരിയത്തിനെ, സ്വാതന്ത്ര്യത്തിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനുശേഷം ഷെയ്ഖ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഒരു 5ഓളം കാര്യങ്ങൾ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ, നമ്മളിപ്പോൾ പറഞ്ഞ നിർവചനം ഉണ്ടല്ലോ, ഇഷ്ടമുള്ളവർക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന ആ നിർവചനത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഒരു 5ഓളം കാര്യങ്ങൾ ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് അവനാനിയത്തുണ്ടാവും. അതായത് ഞാൻ എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ അവകാശം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുമാത്രം നടക്കണം, അതിൻ്റെ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത്. അവിടെ സമൂഹത്തിൻ്റെ നന്മ അവൻ ആഗ്രഹിക്കത്തില്ല. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ, മറ്റുള്ളവരുടെ നന്മ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം നടക്കണം എന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഷെയ്ഖ് പറയുന്നത്, ഒരു രീതിയിലുള്ള കൽപ്പനകളോ നിരോധനങ്ങളോ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ അവർ സ്വീകരിക്കുകയില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ എത്തിപ്പെടുന്നു. മൂന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറയുന്നൊരു വിഷയം, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആൾക്കാർക്ക് ഒരിക്കലും സത്യമേത് അസത്യമേത് എന്ന് വേർതിരിക്കാൻ യാതൊരുവിധ മാനദണ്ഡവും അവരുടെ കയ്യിൽ ഇല്ല. നന്മയേത്, തിന്മയേത്, നല്ല സ്വഭാവമേത്, ചീത്ത സ്വഭാവമേത്, എന്ത് നമ്മൾ സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും അവർക്കില്ല. ഒരു വ്യക്തിക്ക് നന്മയെന്ന് തോന്നിയാൽ മറ്റൊരു വ്യക്തിക്ക് അത് തിന്മയായിരിക്കും അവരുടെ കാഴ്ചപ്പാടിൽ. ഒരു കള്ളൻ, അവരുടെ വിഷയത്തിൽ ഒരു കള്ളനെ സംബന്ധിച്ചിടത്തോളം അത് അവന് നന്മയാണ്. എന്നാൽ കക്കപ്പെടുന്നൊരു വ്യക്തിക്കോ, മോഷ്ടിക്കപ്പെടുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് അത് തിന്മയായിരിക്കും. പക്ഷെ ഇവരുടെ കാഴ്ചപ്പാടിൽ ഇത് രണ്ടും നന്മയായിട്ട് മാറുന്നു. അപ്പോൾ അത് ഒരിക്കലും ഒരു സമൂഹത്തിൽ നമുക്ക് ആപ്റ്റായിക്കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ഇവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ വിഷയം തീരുമാനിച്ച് ഇങ്ങനെ മനസ്സിൽ ഉൾക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അവസാനം എത്തിപ്പെടുന്നത്, അള്ളാഹുവിനെ ആരാധിച്ചാലും കുഴപ്പമില്ല, കല്ലിനെയും മുള്ളിനെയും മുറുക്കമ്പാമ്പിനെയും എന്തിനേയും ഈ കണ്ണിക്കാണെന്ന് എന്തിനാരാധിച്ചാലും ഒരു വിഷയമില്ല, നമ്മുടെ സ്വാതന്ത്ര്യം, നിനക്ക് ഇഷ്ടമുള്ള നീ ചെയ്തോ, നിനക്കതാണോ ഇഷ്ടം അത് നീ ചെയ്തോ, നിനക്ക് ഇതാണോ താല്പര്യം അത് നീ ചെയ്തോ, അതിനെ ആരും തടയാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിൽ പരിപൂർണമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവർക്കുള്ളത്. അതേപോലെ തന്നെ ഇവർക്ക് സ്വഭാവം, നല്ല സ്വഭാവം എന്നൊരു സംഭവമില്ല. ഓരോ വ്യക്തിക്കും
അവന് ആസ്വാദനത്തിന് വേണ്ടി ഒരു വ്യക്തി തേടിപ്പോകുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവരുടെ സ്വഭാവമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇച്ഛയായിക്കൊണ്ട് അവരതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവസാനം നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും അതിർവരമ്പില്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറുന്നു. അങ്ങനെ അതിൻ്റെ പിന്നാലെ പോകുന്നൊരു വ്യക്തിക്ക് യാതൊരുവിധ അതിർവരമ്പുകളുമില്ലാതെ എല്ലാ കാര്യങ്ങളിലേക്കും എത്തിപ്പെടുന്നു. അങ്ങനെ ഒരു വ്യക്തി, ഇപ്പം നമുക്ക് അള്ളാഹ് പറയാണ് എന്ത്, നിങ്ങൾക്ക് ഒരു കൽപ്പനയും വിരോധനങ്ങളുമില്ല, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറഞ്ഞ് 10 മിനിറ്റ് ഉണ്ട്. എന്നിട്ട് നമ്മളെ ഒരു അങ്ങാടിയിൽ, കോട്ടക്കൽ അങ്ങാടിയിൽ നമ്മൾ കൊണ്ടാക്കി. നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ ജനങ്ങൾക്ക് മൊത്തം കൊടുക്കാനുള്ള ഒരു കൽപ്പന, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് ഇവിടെ ഒരു അതിർവരമ്പില്ല എന്ന് പറഞ്ഞ് 10 മിനിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് സമയം കൊടുത്ത് നമ്മൾ ഇവിടുത്തെ ഏറ്റവും പെരിന്തൽമണ്ണ അങ്ങാടി എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ കോട്ടക്കൽ അങ്ങാടി, അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ജനങ്ങളെല്ലാം കൂടെ അടിച്ച് കയറി തകർത്ത് തരിപ്പണമാക്കി അവിടെ ഉള്ള എല്ലാം കട്ട് എടുത്തോണ്ട് പോകത്തില്ലയോ? ആർക്കും അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ കാണുന്ന പെണ്ണുങ്ങളെ ആ രൂപത്തിൽ, സ്ത്രീകളെ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊന്നും തെറ്റല്ല, ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തു എന്ന രൂപത്തിലായിട്ട് മാറും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ദുരന്തം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകും എന്നതാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം. ഇവർ പറഞ്ഞ ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത്. മാത്രമല്ല, ഇവര് എന്താണ് അവരുടെ അവസ്ഥ? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ തൻ്റെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന രൂപത്തിൽ ജീവിച്ച് ഇങ്ങനെ നടന്നു പോകുന്നൊരു വ്യക്തി അവസാനം അവനെ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ അത് ഞാൻ പ്രേമിച്ച പെണ്ണെന്നെ വഞ്ചിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ എൻ്റെ ടീം, ഫുട്ബോൾ കളിയിൽ എൻ്റെ ടീം തോറ്റുപോയി, അതുകൊണ്ട് എന്തിനാ കരയുന്നത്? അത് മെസ്സി ഗോളടിച്ചില്ല, അതെൻ്റെ ഏറ്റവും വലിയ വിഷമം. ഏതോ രാജ്യത്ത് കിടക്കുന്ന ഒരാൾ ഗോളടിക്കാത്തതിൻ്റെ പേര് ഇവിടെ കിടന്ന് വിഷമിക്കാൻ. അവന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, അവൻ്റെ ആഗ്രഹം, അവൻ്റെ ലോകം അതാണ്, അവൻ്റെ ആഗ്രഹം അതായിട്ട് മാറുന്നത്. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ, ഒരു ദുരന്തത്തിലോട്ട് അങ്ങ് പോകും. സമൂഹം എത്തി ഇല്ലേ? നമ്മൾ ഇത്ര വാർത്തകളാണ് നമ്മൾ പലതും കേൾക്കുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്കൊരിക്കലും ഈ ഒരു വിഷയം നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. ചരിത്രം എടുത്തു നോക്കിയാലും എല്ലാം ഏത് രൂപത്തിലാണെങ്കിലും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമുക്ക് കാണുക, മുസ്ലിം സ്ത്രീ, മുസ്ലിം പുരുഷൻ, അവരുടെ യുവത്വം, അവർക്ക് സ്വാതന്ത്ര്യം വേണം. ഇസ്ലാമിലുള്ളവർക്ക് സ്വാതന്ത്ര്യം വേണം. കാരണം അവർക്ക് അവിടെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്, അവർക്ക് അവിടുന്ന് സ്വാതന്ത്ര്യം വേണം. അവർക്ക് എങ്ങനെയെങ്കിലും ഈ കെട്ടുകൾ മുഴുവനും പൊട്ടിച്ച് ജനങ്ങളെ മുഴുവനും പുറത്തു കൊണ്ടുവരിക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം, ആദ്യം ഒരു വ്യക്തി എന്ത് ചെയ്യും? എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് അതിലോട്ട് ഊളിയിട്ടിറങ്ങും. വ്യക്തി സ്വാതന്ത്ര്യം, എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ സ്വാതന്ത്ര്യമാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകും. അവൻ്റെ ഇച്ഛ എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ പിന്നീട് ചെല്ലുന്നത് ചിന്താ സ്വാതന്ത്ര്യത്തിലേക്കാണ്. ചിന്തിക്കാൻ, എനിക്ക് എന്തും ചിന്തിക്കാം. ആദ്യം എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, പിന്നീട് എനിക്ക് എന്തും ചിന്തിക്കാം, എന്ത് ചിന്താ സ്വാതന്ത്ര്യം, എന്തിനെ എനിക്ക് നിഷേധിക്കാം, എന്തിനെ എനിക്ക് അംഗീകരിക്കാം. അങ്ങനെ ചിന്താ സ്വാതന്ത്ര്യത്തിലേക്ക് ചെല്ലുന്നു. തൊട്ട് അതിനുശേഷമോ അഭിപ്രായ സ്വാതന്ത്ര്യം, ഞാൻ പറയും ഇന്നത് ശരി, ഇന്നത് തെറ്റിട്ട്, അത് വേണം, ഇന്ന അവകാശം എനിക്ക് വേണം. പീഡോഫീലിയ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി നിങ്ങൾ അംഗീകരിക്കണം, LGBT നിങ്ങൾ അംഗീകരിക്കണം. അങ്ങനെ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അതിനുശേഷം അവർ എത്തിപ്പെടുന്നത് വിശ്വാസ സ്വാതന്ത്ര്യത്തിലേക്കാണ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ വിശ്വസിക്കും. അങ്ങനെ അവസാനം എല്ലാ മതത്തിൻ്റെ കാര്യങ്ങളെ നിഷേധിച്ച് അതിലേക്ക് പുറത്തു വന്ന് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ തുടങ്ങി അവസാനം വിശ്വാസ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഇവരുടെ കാര്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ഒരു വാക്ക്, അതിൻ്റെ പുറമോടി നമുക്ക് തോന്നും വളരെ നല്ലതാണെന്ന്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ മുഴുവനും പുഴുക്കുത്തുകൾ എരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടയാളം എല്ലാ രൂപത്തിലുമുള്ള, എല്ലായിടത്തോട്ടുമുള്ള ഒരു തുറന്ന വാതിലാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അത് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ്. മനുഷ്യനെ അതിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ആസ്വാദനങ്ങളുടെ അടിമയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അവൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവൻ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏതുപോലെ ഒരു മരത്തിലുള്ള ഒരു നേർത്ത ഒരു ചില്ല, അത് ചെറിയൊരു കാറ്റടിച്ചാൽ എങ്ങോട്ടാണോ അടിക്കുന്നത് അങ്ങോട്ട് തിരിയും.
അതേപോലെ തൻ്റെ മനസ്സിന് എങ്ങോട്ടാണോ ഇഷ്ടം തോന്നുന്നത് അങ്ങോട്ട് തിരിയും. ഒരു സമയത്ത് ഒരു പെണ്ണായിരിക്കും, മറ്റൊരു സമയത്ത് സ്ഥാനങ്ങളായിരിക്കും, മറ്റൊരു സമയത്ത് സമ്പത്തായിരിക്കും. അങ്ങനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം അവസാനം ഇത്തഖദ ഹവാഹു ഇലാഹു ഹവ, തൻ്റെ ഹവയെ, തൻ്റെ ഇച്ഛയെ ആരാധ്യനായിട്ട് അള്ളാഹുവായിട്ട് മാറ്റിയെടുക്കുന്ന ഒരു ദുരന്തം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വലിയൊരു പോയിന്റാണ്. തൈസ് അബ്ദുദ് ദീനാർ വദ്ദിർഹം വൽ ഖതീഫത്തി വൽ ഖമീസ. ദീനാറിന്റെയും ദിർഹത്തിന്റെയും പട്ടുവസ്ത്രങ്ങളുടെയും അടിമ അവൻ നശിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അടിമയായിട്ടേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എഴുതി വെച്ചു ഈ പോയിന്റ്. ഒരു മനുഷ്യന് അടിമയായിക്കൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഒന്നെങ്കിൽ അവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് അവനെല്ലാം നൽകിയ അള്ളാഹുവിൻ്റെ അടിമ, അല്ലെങ്കിലോ അവൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ അടിമ. രണ്ടാലൊന്നിൻ്റെ അടിമയായിട്ട് മാറണം. നിങ്ങൾ എന്താലോചിക്കും? സമ്പത്താണ് വലുതെന്ന് പറയുന്നവൻ സമ്പത്തിൻ്റെ അടിമയാണ്. സ്ഥാനമാണ് വലുതെന്ന് പറയുന്നവൻ സ്ഥാനത്തിൻ്റെ അടിമയാണ്. അതിനുവേണ്ടി അതിന് പിന്നാമ്പുറം തേടി അവൻ നടക്കുന്നു. സ്ത്രീയാണ് വലുതെന്ന് പറയുന്നത് അതിൻ്റെ അടിമയാണ്. അങ്ങനെ എന്തെടുത്തു? ലഹരിയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് അതിൻ്റെ അടിമയാണ്. പക്ഷെ അള്ളാഹുവാണ് ഏറ്റവും വലുതെന്ന് പറയുന്നവനോ റബ്ബിൻ്റെ അടിമയാണ്. അവിടെയാണ് വിജയം, അവിടെയാണ് സ്വാതന്ത്ര്യം. യഥാർത്ഥ സ്വാതന്ത്ര്യം കിടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിനെ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ ഉണ്ടാകുന്ന അപകടം അതിഭീകരമാണ്. അതിനുശേഷം ഷെയ്ഖ് എന്താണ് ഇസ്ലാമിൽ ഈ വാക്കുകൊണ്ട് ഏതെല്ലാം തലത്തിലുള്ള അർത്ഥങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഇസ്ലാമിൽ ഹുർരിയ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് അടിമകൾ, സ്വതന്ത്രർ എന്ന രൂപത്തിൽ, അതായത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അടിമകൾ, അവരുടെ ആ വാക്കിൻ്റെ നേരെ വിപരീത പദമായിട്ടാണ് ഹുർരിയ, സ്വതന്ത്രർ എന്ന് ഒരു വാക്കായിട്ട് ഉപയോഗിച്ചത്. രണ്ടാമത്തെ ഒരു പ്രയോഗം, ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള, നല്ല പെരുമാറ്റമുള്ള, നല്ല ചിന്തയുള്ള, നല്ല മനസ്സിൻ്റെ ഉടമയായ, പ്രവർത്തനത്തിനുടമയായ ഒരു മനുഷ്യനെ അവർ സ്വതന്ത്രൻ, അവനാണ് സ്വതന്ത്രൻ എന്ന് ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ വിളിച്ചിരുന്നു. അതിനെയും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. മൂന്നാമതായിക്കൊണ്ട് ഇസ്ലാം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പദത്തിനെ ഉദ്ദേശിച്ചത് ഒരു അടിമയ്ക്ക് തിരഞ്ഞെടുക്കാനും അവൻ ഉദ്ദേശിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവൻ എന്ത് തിരഞ്ഞെടുത്താലും പക്ഷേ അവൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ അവൻ ഉത്തരവാദിത്തമുള്ളവനാണ്, അവൻ ചോദ്യം ചെയ്യപ്പെടും എന്ന രൂപത്തിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ടവരാണ്. ഏത് വിഷയമാകട്ടെ നമുക്ക് തിരഞ്ഞെടുക്കാം, സ്വാതന്ത്ര്യമുണ്ട്, നമുക്കിഷ്ടമാണ്. പക്ഷേ ആ തിരഞ്ഞെടുത്ത വിഷയത്തിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നാലാമതായിക്കൊണ്ട് അല്ലാഹു തആല ഹലാലാക്കിയ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ നമുക്ക് ഉപയോഗിക്കുന്നതിൽ, അതിൽ ഹലാലാക്കിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ നമുക്ക് സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. അല്ലാഹു തആല ഹലാലാക്കിയ അവൻ്റെ കാര്യങ്ങൾ അതിനെ ഹറാമാക്കുന്നവൻ ആരാണ് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ അല്ലാഹ് ഹലാലാക്കിയ കാര്യങ്ങൾ ആസ്വദിക്കുന്നതിന് നമുക്ക് എന്തില്ല, ഒരു അതിർവരമ്പുകളുമില്ല, നമുക്ക് ആസ്വദിക്കാം. പക്ഷേ ഹറാമാക്കിയ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അഞ്ചാമതായിക്കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം അത് തെറ്റായ വിശ്വാസ ആചാരങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. തെറ്റായ വിശ്വാസ ആചാരങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് അള്ളാഹുവാകുന്ന സൃഷ്ടാവിലേക്കുള്ള ആ ഒരു രക്ഷപ്പെടൽ, അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഈ കാണുന്ന ദുനിയാവിൻ്റെ എല്ലാ കെട്ടുകളിൽ നിന്നും മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ പ്രവർത്തനത്തിനെയും പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം സമർപ്പിക്കുന്ന, രക്ഷപ്പെടുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം, അതാണ് സ്വാതന്ത്ര്യം. ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? മദ്യത്തിനടിമയാവും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക്, ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്ന പല കാര്യങ്ങൾക്കും അവന് അടിമയായി തീരും എന്നുള്ളതാണ്. മാത്രമല്ല, എന്നിട്ട് ഷെയ്ഖ് 10ഓളം കാര്യങ്ങൾ ഇതിൻ്റെ ഇസ്ലാമിൻ മുന്നോട്ട് വെച്ച
അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെച്ച ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഉപകാരങ്ങളെക്കുറിച്ച് കൃത്യമായ രൂപത്തിൽ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. അതിൽ ഒന്നാമതായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്ന വിഷയം, ഇസ്ലാം നിങ്ങൾ വിളിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് ഏതിൽ നിന്നുള്ള? ഹൃദയത്തിനെ സൃഷ്ടികളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന, സ്വതന്ത്രരാക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നിങ്ങളെ ക്ഷണിക്കുന്നത്. അതേപോലെ തന്നെ ഖുറാഫാത്തിൽ നിന്നും നമ്മുടെ ഇച്ഛയിൽ നിന്നും അന്ധമായ അനുകരണങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ആരെയൊക്കെയാണ് അനുകരിക്കുന്നത്? സിനിമാ നടന്മാരെ, ഫുട്ബോൾ കളിക്കാരെ, അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ മനുഷ്യരെ തന്നെ പിൻപറ്റുന്നു. അല്ലെങ്കിൽ മനുഷ്യരുടെ അവർ പറയുന്ന വാക്കുകൾ കേട്ട് അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നു. ഒരു സിനിമ നടൻ മുടി ഇങ്ങനെ വെട്ടുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വെട്ടുന്നു, ഒരു ഡ്രസ്സ് ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ അങ്ങനെ ഇടുന്നു, പാൻറ് ഇങ്ങനെ പൊക്കുമ്പോൾ നമ്മളിങ്ങനെ പൊക്കുന്നു, ഇങ്ങനത്തെ ഇവിടെ പാൻറ് കീറുമ്പോൾ നമ്മൾ അവിടെ കീറുന്നു, അതിന് പുറകെ ഇങ്ങനെ അയാൾ പറയുന്ന പോലെ ഇങ്ങനെ നമ്മൾ മണ്ടന്മാരായിട്ട്. ഒരു സമയത്ത് നമുക്ക് നാണക്കേടായിരുന്നു കീറിയ ഡ്രസ്സ് ധരിക്കൽ, ഇല്ലയോ? നമുക്ക് ഇപ്പോഴും നാണക്കേടാണ് കീറിയ ഷർട്ട് ഇടല്ലേ. പക്ഷെ കീറിയ ഷർട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. ഫാഷനായ കീറിയ ഷർട്ട് ഇട്ടാലോ നമുക്ക് പ്രശ്നമില്ല. പാൻറ് നമ്മൾ കീറിയ പാൻറ് നമ്മൾ ഇടത്തില്ല, നാണക്കേടാണ്. പക്ഷേ ഫാഷനായിട്ടുള്ള ഒരു കീറിയ പാൻറ്റാണെങ്കിലോ നമ്മളത് ഇടും. അപ്പം നമ്മൾ ശരിക്കും മണ്ടന്മാരാണോ? നമ്മളെ യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യം, ഈ സൃഷ്ടികളുടെ അടിമയാക്കുന്ന സ്വാതന്ത്ര്യം, അത് വളരെ അപകടമാണ്. മാത്രമല്ല, രണ്ടാമതായിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, ഇസ്ലാം അംഗീകരിച്ച ഈ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് മനുഷ്യർക്ക് അനിവാര്യമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ്. അതായത് അവൻ തിരഞ്ഞെടുക്കുന്ന നന്മയ്ക്ക് പ്രതിഫലവും അവൻ തിരഞ്ഞെടുക്കുന്ന തിന്മയ്ക്ക് ശിക്ഷയും ലഭിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫഖദ് അഫ്ലഹ മൻ സക്കാഹ. ആര് തൻ്റെ നഫ്സിനെ പരിശുദ്ധപ്പെടുത്തിയോ, തിന്മകളിൽ നിന്ന് പരിശുദ്ധപ്പെടുത്തിയോ, അവൻ വിജയിച്ചു. ഫഖദ് ഖാബ മൻ ദസ്സാഹ. ആര് ആ ഹൃദയത്തെ നശിപ്പിച്ചോ, അവൻ പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലവും നമ്മൾ ചെയ്യുന്ന തിന്മയ്ക്ക് ശിക്ഷയും ലഭിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് ഇസ്ലാം നമ്മളെ ക്ഷണിക്കുന്നത്. അല്ലാതെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന രൂപത്തിൽ അങ്ങനെ ജീവിച്ചാൽ മതി എന്ന ആ ഒരു ചിന്താഗതി തെറ്റാണെന്നാണ് ഇസ്ലാം പറയുന്നത്. മാത്രമല്ല, മൂന്നാമതായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നത്, ഇസ്ലാം കൊണ്ടുവന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം, അത് ഒരു മനുഷ്യൻ അറിയലാണ്. എന്ത്? എനിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, എൻ്റെ മേൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന ഈ രണ്ട് കാര്യങ്ങൾ ആ വ്യക്തി അറിയലാണ്. അതായത് നീതിയുടെ നിയമങ്ങൾക്ക് അനുസരിക്കലും സത്യമാകുന്ന അധികാരത്തിന് കീഴൊതുങ്ങലുമാണ്. നീതിക്കും സത്യത്തിനും വേണ്ടി നിൽക്കുന്നൊരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ മനുഷ്യൻ. ഇസ്ലാം അതിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നാണ് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സത്യമാണ് പിൻപറ്റാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. എവിടെയായിരുന്നാലും സത്യമാണോ അതിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്, അല്ലാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ അല്ല. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ തോന്നുന്ന കാര്യങ്ങളല്ല. യാഥാർത്ഥ്യത്തിൽ എന്താണോ സത്യം അതിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്നാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. മാത്രമല്ല, നാലാമതായിക്കൊണ്ട് ഷെയ്ഖ് സൂചിപ്പിക്കുന്ന ഒരു വിഷയം, ഈ ദീനിലുള്ള ഈ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നൽകുന്നു. ഏതുപോലെ? അതിൻ്റെ അതിർവരമ്പ് എന്താണ്? ലാ ദററ വലാ ദിറാറ. മറ്റുള്ളവരെ ഉപദ്രവിക്കാനും പാടില്ല, നമ്മൾ സ്വന്തത്തിലും നമ്മൾ ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്ന നിയമത്തിൻ്റെ ഉള്ളിലാണ് നമുക്കുള്ള സ്വാതന്ത്ര്യം. ശരിക്കും ആലോചിക്കുക, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, നാട്ടിലെ അവസ്ഥ. എൻ്റെ സ്വാതന്ത്ര്യമാണ്, എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് ഓടിക്കാൻ പോകുന്നു, MDMA അടിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര കൊലപാതകങ്ങളാണ് ഈ ലഹരിയുടെ പേരിൽ നടന്നത്. വിദ്യാർത്ഥികൾ കൊലപാതകങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല, LGBTQന്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ, ഹോമോസെക്ഷാലിറ്റിയുടെ പിന്നാലെ പോകുന്ന ആൾക്കാർ, അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ആണ് പെണ്ണാവുന്നു, പെണ്ണാണാവുന്നു. എത്ര ഒരു ബുദ്ധിമുട്ടിക്കലാണ് ഒരു വ്യക്തി തൻ്റെ ശരീരത്തിൽ ചെയ്യുന്നത്. ഒരാണിന് പെണ്ണാവണമെങ്കിൽ അവൻ്റെ ലൈംഗിക അവയവം മുറിച്ചു കളയണം.
1 വർഷം മുമ്പ് അവൻ ഹോർമോൺ കുത്തിവെക്കണം, സ്ത്രീയുടെ ഹോർമോൺ അവൻ കുത്തിവെക്കണം. എന്നിട്ട് പുരുഷന്റെ ലൈംഗിക അവയവം മുറിച്ചു കളഞ്ഞ് പിന്നീട് ഒരുപാട് സർജറികൾക്ക് വിധേയമായി മാസാമാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കൃത്യമായ ചെക്കപ്പ് എടുത്ത് മറ്റ് ഹോർമോണുകൾ നിരന്തരം കുത്തിവെച്ച് വല്ലാത്തൊരു ജീവിതം. അവസാനം മൂത്രം പോകുന്നത് തടയാൻ കഴിയുന്നില്ല, സ്നഗ്ഗി വെച്ച് പോകേണ്ട അവസ്ഥ. മലം പോകുന്നത് തടയാൻ കഴിയുന്നില്ല. അങ്ങനെ സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടിച്ച് അവസാനം ആത്മഹത്യ ചെയ്ത് മരിക്കുക. എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ കൂടെ ഈ ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നു, എൻ്റെ പ്രയാസം വന്നപ്പോൾ അവരാരും എൻ്റെ കൂടെ ഇല്ല എന്ന് സത്യം തിരിച്ചറിയുന്നത്. ആ സത്യം ഇസ്ലാം തിരിച്ചറിയുന്നത് കൊണ്ടാണ് മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്നതല്ല സത്യം, അള്ളാഹു പറയുന്നതാണ് സത്യം എന്നതാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് പോയാൽ അപകടങ്ങൾ, വേദന സഹിക്കാൻ കഴിയും. ഈ ദുനിയാവിൽ തന്നെ പ്രയാസം, ബുദ്ധിമുട്ട്. പിന്നീടോ വളരെ വലിയ വലിയ കോമഡികളാണ്. ആണ് പെണ്ണാവുക, എന്നിട്ട് സ്ത്രീകളുടെ മത്സരത്തിൽ പങ്കെടുക്കുക. ഒരു മനുഷ്യൻ, ഒരു നീന്തൽ, ലിയ തോമസ്, എല്ലാവരും കേട്ടത് കാര്യമാണ്. ലിയ തോമസ് ആണായിരുന്നു, 400 ചില്ലുവാനുമാണ് റാങ്ക് നീന്തൽ മത്സരത്തിൽ. വേൾഡ് റാങ്കിങ് അയാൾക്ക് 400 ചില്ലുവാനമാണ്. അപ്പോൾ അയാൾക്ക് എൻ്റെ ഈ ജീവിതം കൊണ്ടൊന്നും ഈ 400 പേരെ പുരുഷന്മാരെ കടന്നൊന്നും ഒന്നാമത് തന്നെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ ബോധ്യപ്പെട്ട ആൾ പെട്ടെന്ന് തിരിച്ചു, എന്താ, ഞാൻ പെണ്ണായി ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് സ്ത്രീകളോട് മത്സരിച്ചു. പെട്ടെന്ന് തന്നെ അയാൾ 1ാം റാങ്ക് എത്തി. 400 ചില്ലാനും കടന്ന ആൾ ഒറ്റടിക്ക് 1ാം റാങ്കിൽ. സ്വാതന്ത്ര്യം എന്താ? വ്യക്തി സ്വാതന്ത്ര്യം. എൻ്റെ ഇഷ്ടം, എനിക്ക് മനസ്സിൽ പെണ്ണായിട്ട് തോന്നി. എന്താ അതിന് കാരണം? ഒരു തെളിവൊന്നുമില്ല, എൻ്റെ മനസ്സിൽ തോന്നിയാൽ മതി. നിന്റെ ഗുഹ്യാവയോ അതാ പുരുഷൻ്റെയാണ്, അത് ഒന്നും മാറ്റണ്ട, മനസ്സിൽ തോന്നിയാൽ മതി. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ദുരന്തം. അതേപോലെ തന്നെ വേറൊരു പുരുഷൻ റെസ്ലിങ്ങിൽ സ്ത്രീയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. സ്ത്രീകളോട് മത്സരിക്കാൻ വേണ്ടി കയറി 40 സെക്കൻഡ് കൊണ്ട് പെണ്ണിനിടിച്ചിട്ട് ആ പെണ്ണുകൊണ്ട് കേസ് കൊടുത്തു. ഇത് സ്ത്രീയാണെന്ന് പേര് മാത്രമേ ഉള്ളൂ, ഒറിജിനൽ പുരുഷനാണ്. ആ ഇടി കൊണ്ടിട്ട് അവർക്ക് മനസ്സിലായി, പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല. ഇപ്പം എങ്ങനെ പറ്റും? വല്ലാത്ത ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് സത്യം. അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവിടെ കളയപ്പെടുന്നത് ഒരുപാട് ജീവിതങ്ങൾ, മനസ്സിൻ്റെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ നമ്മൾ മനസ്സ് തോന്നുന്നൊക്കെ എല്ലാം അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? പീഡോഫീലി അനുവദിച്ചു കൊടുക്കണ്ടേ? പീഡോഫീലി എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളോട് ലൈംഗികാഗ്രഹം തോന്നുക. അതേപോലെ ശവഭോഗം, ശവത്തിനോട് ലൈംഗിക അധിനിവേശം തോന്നുക. അങ്ങനെ തുടങ്ങി എത്രയെത്ര മ്ലേച്ഛമായ കാര്യങ്ങൾ, വൃത്തികെട്ട കാര്യങ്ങൾ, അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നവർ, ഒച്ചപ്പാടും ബഹളങ്ങളും വെക്കുന്നവർ, ആക്ടിവിസ്റ്റുകൾ, LGBTQ എന്ന് പറയുന്നവർ, അവർ പറയുന്നു ഞങ്ങളുടെ മനസ്സിൽ തോന്നി, അതാണ് ഏറ്റവും നല്ലത്, അത് ഞങ്ങൾ ചെയ്യും, ഞങ്ങളുടെ സ്വാതന്ത്ര്യം. അവർ കടന്നു വരുന്ന എങ്ങോട്ടാ? നമ്മുടെ വീട്ടിലോട്ട്, നമ്മുടെ മക്കളുടെ അടുക്കലേക്ക് അവർ വരുന്നു, അവർ വന്നെടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ മുഴുവനും അരാജകത്വം ആകുന്നൊരവസ്ഥ. കുട്ടികൾ പറയും എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ഇഷ്ടമാണ്. നിങ്ങളാരാ ചോദ്യം ചെയ്യാൻ? അധ്യാപകരെ ചോദ്യം ചെയ്യുക തിരിച്ച് ഇടി ഉണ്ടാക്കാൻ പോകും അങ്ങോട്ട്. കാരണം കുട്ടികൾക്ക് അറിയത്തില്ല യാഥാർത്ഥ്യം എന്താണ്, ലോകത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ അവർ കേൾക്കുന്നതും കാണുന്നതും എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ഇഷ്ടമാണ്, അതാണ് നടക്കേണ്ടത്, അതിനുവേണ്ടിയാണ് പിന്നെ പോകേണ്ടത്. നിങ്ങൾ പാഷന് പിന്നാലെ പോകണം. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം, ബാക്കി കുടുംബത്തിനെ കളഞ്ഞിട്ട്, സമൂഹത്തിന്റെ ബാധ്യതകളെ വലിച്ചെറിഞ്ഞിട്ട്, എൻ്റെ മനസ്സിൽ തോന്നുന്ന ഏതോ ഒരു വിഷയത്തിലുള്ള ആഗ്രഹത്തിന്റെ പിന്നാലെ ഞാൻ പോകണം. നിങ്ങൾ ശരിക്കും ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഒരു 30 ലക്ഷം രൂപ കടമുണ്ട്, ഉമ്മയുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം സമ്പത്ത് കൊടുത്ത് പഠിപ്പിക്കുന്ന കോളേജിലാണ്. നിങ്ങളുടെ വാപ്പ രാവിലെ എണീറ്റ് പറയാണ്, എൻ്റെ മനസ്സിലെ ആഗ്രഹം, ഞാനൊരു 5 വർഷത്തേക്ക് ഞാൻ ഇവിടുന്ന് അങ്ങ് പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാൻ പോയാലോ? ആരൊക്കെ അനുഭവിക്കുന്നത്? ആ ഉമ്മ അനുഭവിക്കും, ആ മക്കൾ അനുഭവിക്കത്തില്ല, ആ അദ്ദേഹത്തിന് വാപ്പയമ്മ അനുഭവിക്കത്തില്ല. അപ്പൊ എൻ്റെ സ്വാതന്ത്ര്യം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട്, ബാക്കിയുള്ളവരെ പ്രയാസപ്പെടുത്തിയിട്ട്, ബാക്കിയുള്ളവരുടെ ആനുകൂല്യം പിടിച്ചു പറ്റിയിട്ട് എൻ്റെ സ്വാതന്ത്ര്യം കാണിക്കുക. വല്ലാത്തൊരവസ്ഥ. എൻ്റെ കാര്യങ്ങൾ മാത്രം നടക്കുക, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു നികൃഷ്ടമായ ഒരു ജീവിതത്തിലേക്ക്, ചിന്താഗതിയിലേക്ക് മനുഷ്യർ എത്തിപ്പെടുന്ന ഒരു ദുരന്തം. അതാണ് സ്വാതന്ത്ര്യം എന്ന് ഷെയ്ഖ് ഇവിടെ പറയാതെ പറയുന്നുണ്ട്. മാത്രമല്ല 5-ാമതായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ദീന്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യത്തിനോടൊപ്പം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ
ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ നാണയത്തിന്റെ മറുപുറമാണെന്ന് ശൈഖ് ഇവിടെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ നെഫ്സിനോട് ഉത്തരവാദിത്തമുണ്ട്, എൻ്റെ വീട്ടുകാരോട് ഉത്തരവാദിത്തമുണ്ട്, അള്ളാഹുവിനോട് ഉത്തരവാദിത്തമുണ്ട്, സമൂഹത്തിനോട് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള അവകാശങ്ങൾ വെച്ചു കൊടുക്കണം, അവർക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണം. അതെൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു സമൂഹത്തെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ സ്വാതന്ത്ര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ആറാമതായിക്കൊണ്ട് ശൈഖ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇസ്ലാം പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകത എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നതല്ല, മറിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന വിഷയത്തിലാണ് ഇസ്ലാം സ്വാതന്ത്ര്യം കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക അല്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ സമൂഹത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ വീട്ടിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ പഠിക്കുന്ന കോളേജിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിലുള്ള ചിന്തയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് ശൈഖ് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഏഴാമതായിക്കൊണ്ട് ശൈഖ് പറയുന്ന ഒരു പോയിന്റ്, സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നാട്ടിൽ അരാജകത്വം ഉണ്ടാവുക എന്നുള്ളത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് എത്തും, സ്വാതന്ത്ര്യം കൊടുത്താൽ മതി. ആ വിഷയത്തിൽ നമുക്കെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ബേസിക് ശരിക്കും നമുക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ആൾക്കാർ. ശരിക്കും സ്വാതന്ത്ര്യം ഉണ്ടോ? നമ്മളിപ്പോൾ കാറടച്ച് ഞാൻ റോഡിൽ കൂടെ കൊണ്ടുപോകണം, പെരിന്തൽമണ്ണ ട്രാഫിക് നിൽക്കുക, എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കാൻ പറ്റുമോ? നമ്മൾ ഇടത്തെ സൈഡിൽ കൂടെ നമ്മൾ ഓടിക്കണം, വലത്തെ സൈഡിൽ കൂടെ ഓടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിയമമാണ് എവിടെ പാർക്ക് ചെയ്യണം, എവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, എത്ര സ്പീഡിൽ, ഇന്ന റോഡിൽ എത്ര സ്പീഡിൽ അല്ല. സ്വാതന്ത്ര്യമാണ്, ഇന്ത്യ സ്വാതന്ത്ര്യമായി, എനിക്ക് ഇഷ്ടമുള്ള സ്പീഡ് ഞാൻ ഓടിക്കും, നീ ഓടിച്ചോ, ഒറ്റയടിക്ക് മരിച്ചു കിടക്കണം. ഇത്രയേ ഉള്ളൂ. എവിടെ പോയാലും നിയമമുണ്ട്. ഒരു സ്ഥാപനത്തിൽ കയറണം, വർക്ക് ചെയ്യാണ്, ജോലിക്കാരനാണ്, എനിക്ക് സ്വാതന്ത്ര്യം, എനിക്കിത് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കമ്പനി നടക്കണം, ഞാൻ വരത്തില്ല, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം വേണം, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ ജോലി ചെയ്ത് കമ്പനി ജോലി ചെയ്യാൻ പറ്റും. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരുള്ള കമ്പനിക്ക് അയക്ക് ജോലി ചെയ്യാൻ പറ്റൂ? പറ്റത്തില്ല. എവിടെ പോയാലും നിയമങ്ങളുണ്ട്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആൾക്കാർ അവർ വരെ പരിപൂർണമായിട്ടും സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകുക എന്ന് ബുദ്ധിയുള്ള ആരും സമ്മതിക്കത്തില്ല. എല്ലായിടത്തും നിയന്ത്രണമുണ്ട്. മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന എവിടെ ഉണ്ടോ അവിടെ എല്ലാം നിയന്ത്രണമുണ്ട്. ഒരു അന്യ സ്ത്രീയെ ഇന്ത്യൻ നിയമപ്രകാരം എത്ര സെക്കൻഡിൽ കൂടുതൽ നോക്കിക്കാൻ പറ്റും? ഇന്ത്യൻ നിയമത്തിൽ പോലും പറ്റത്തില്ല ഒരു സ്ത്രീയെ നോക്കി നിൽക്കാൻ. ആ സ്ത്രീയുടെ ഷാളിൽ കയറി പിടിക്കാൻ പറ്റും? പറ്റത്തില്ല. എൻ്റെ സ്വാതന്ത്ര്യം ഇഷ്ടമുള്ളത് പിടിക്കുന്നവർ നടക്കാൻ പറ്റും? പറ്റില്ല. എവിടെയും നിയന്ത്രണമാണ്. നമുക്ക് അനുവാദമില്ലാതെ ഒരാളെ തൊടാൻ പറ്റൂ? പറ്റത്തില്ല. അന്യരുടെ വാഹനം നമുക്ക് എടുക്കാം, എൻ്റെ സ്വാതന്ത്ര്യമാണ്, അപ്പുറത്തെ വീട്ടിലെ കാറിന് എടുത്തുകൊണ്ട് ഇറങ്ങി പോയി, എന്തോ ഞാൻ സ്വതന്ത്രവാദിയാണ്, എനിക്ക് കാർ എടുത്തുകൊണ്ട് പോകാൻ ചോദിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥ അതൊന്നുമില്ല. ആ ബേസിക്കായിട്ടുള്ള നിയമങ്ങൾ അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ആരും അംഗീകരിക്കുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇസ്ലാം കൊണ്ടുവരുന്ന ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ മുഴുവൻ നന്മകളെയും നിലനിർത്തുന്ന അക്രമങ്ങളെ, അനീതിയെ തടയുന്ന രൂപത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, എട്ടാമതായിക്കൊണ്ട് ഇസ്ലാം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യം, അത് ആ സ്വാതന്ത്ര്യം നീതിയുടെ കൂടെ നിന്നിട്ടില്ല എങ്കിൽ, സ്വാതന്ത്ര്യമുണ്ട്, നീതിയും, ഈ നീതിയെ നമ്മൾ സ്വാതന്ത്ര്യത്തോട് നമ്മൾ ചേർത്ത് വെച്ചിട്ടില്ല എങ്കിൽ സമൂഹം തരടിച്ചു പോകും. അപ്പം നീതി വേണം. സ്വാതന്ത്ര്യം മാത്രം പോരാ, അവിടെ നീതിയും അതിനോടൊപ്പം നടപ്പാക്കുന്ന, അതിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിലേക്ക്, ആ സ്വഭാവവും സ്വാതന്ത്ര്യത്തിലോട് ഇസ്ലാം ചേർത്ത് വെക്കുന്നു. മാത്രമല്ല, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, വൃത്തികെട്ട ചിന്തകൾ, ഇതിനെ സ്വാതന്ത്ര്യത്തിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. മാത്രമല്ല, അല്ലാഹു തആല വരച്ച അതിർവരമ്പ്, അതിൻ്റെ ഉള്ളിലാണ് സ്വാതന്ത്ര്യം, അതിൻ്റെ പുറത്ത് സ്വാതന്ത്ര്യമില്ല. അതായത് അല്ലാഹു തആല ഹലാൽ എന്ന് പറഞ്ഞത് ഹലാൽ, ഹറാം എന്നത് പറഞ്ഞത് ഹറാം,
ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ ഉള്ളിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ എന്തും നമുക്ക് ചെയ്യാം എന്നുള്ള വിഷയം ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പോലും അതിനെ അംഗീകരിക്കത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. അതിനെ ഒന്നും സ്വാതന്ത്ര്യമായിട്ട് കൽപ്പിക്കുന്നില്ല. മാത്രമല്ല, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നസീഹത്തോടു കൂടി ഉപദേശിക്കുക എന്നതും സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിലാണ്, അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. മാത്രമല്ല, 9ാമതായിക്കൊണ്ട് ഷേഖ് പറയുന്നത് ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത, അത് മുസ്ലിമീങ്ങളെ വിളിക്കുന്നത് നീ സ്വതന്ത്രനാണ്, നീ സംസാരിക്കുന്നതിൻ്റെ സംസാരത്തിൽ നീ സ്വതന്ത്രനാണ്, നിന്റെ ചിന്തയിൽ നീ സ്വതന്ത്രനാണ്, നിനക്കിഷ്ടമുള്ളത് നിനക്ക് സമ്പാദിക്കാൻ കഴിയും. ഏതുവരെ? ദീനിന് എതിരാകുന്നതുവരെ. ദീനിന് എതിരാകാത്ത കാര്യങ്ങൾ സംസാരിക്കാം, ദീനിന് എതിരാകാത്ത കാര്യങ്ങൾ ചിന്തിക്കാം, ദീനിന് എതിരാകാത്ത രൂപത്തിൽ സമ്പാദ്യങ്ങൾ എനിക്ക് ഒരുമിച്ച് കൂട്ടാം എന്നത്. മാത്രമല്ല, സമൂഹത്തിൻ്റെ മുഴുവൻ സംരക്ഷണത്തിനും വെല്ലുവിളിയാകുന്ന രൂപത്തിൽ, ഭീഷണിയാകുന്ന രൂപത്തിൽ യാതൊരുവിധ സ്വാതന്ത്ര്യത്തെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറ്റൊരു വ്യക്തിയുടെയും അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തങ്ങളെയും, എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഒഴിവാക്കിയിട്ട് ജീവിക്കുന്നതിനെയും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവർ ശരീരത്തിനും അവരുടെ അഭിമാനത്തിനും കേടുവരുത്തുക എന്നതിനെയും ഇസ്ലാം ഒരിക്കലും സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? നീ അള്ളാഹുവിൻ്റെ അതിർവരമ്പിൻ്റെ ഉള്ളിൽ നിൽക്കുക, നിന്റെ ഇച്ഛയെ നീ പിൻപറ്റാതിരിക്കുക, അള്ളാഹുവിനെ നീ അനുസരിക്കുക എന്നതിലാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മാത്രമല്ല, 10ാമതായിക്കൊണ്ട് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുന്ന വിഷയം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അല്ലാതെ അത് നമ്മുടെ ഒരു ലക്ഷ്യമായിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓടി നടക്കുക എന്നൊരു സംഭവമല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ, ആര് ദീനിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടോ അവൻ സ്വതന്ത്രനാകും, ആര് ദീന് പറയുന്ന കാര്യങ്ങൾ കേട്ടോ അവൻ സ്വതന്ത്രനാകും, ആര് അള്ളാഹുവിൻ്റെ അടിമയായോ അവൻ സ്വതന്ത്രനാകും. യഥാർത്ഥത്തിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എടുത്ത് നോക്കിയേ, എന്താണ് കറക്റ്റ് അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം ഒരു ഇലാഹുമില്ല, ഒരു ആരാധനയുമില്ല. അപ്പൊ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്ത ബാക്കി സകലതിനെയും നമ്മൾ വലിച്ചെറിഞ്ഞു, എന്നിട്ട് അവിടെ അള്ളാഹുവിനെ നമ്മൾ സ്ഥാപിച്ചു. അപ്പോൾ അല്ലാത്ത ബാക്കിയുള്ള സകല സ്വാധീനങ്ങളെയും സകല ത്വാഗൂത്തുകളെയും നമ്മൾ വലിച്ചെറിഞ്ഞു. നമുക്ക് പിന്നെ ബാക്കി ആരെയും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പരിഗണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അവസ്ഥ എടുത്തു, നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം മെസ്സിയോ റൊണാൾഡോയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളോ അവരുടെ പിന്നാലെ ശരിക്കാലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തിനാ സാധാരണ ആൾക്കാർ റൊണാൾഡോ ഇഷ്ടപ്പെടുന്നത്, മെസ്സി ഇഷ്ടപ്പെടുന്നത്? മെസ്സി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന കളിയിലുള്ള കഴിവ് കണ്ടിട്ട് മാത്രമാണ് നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നത്? മെസ്സിയെ റൊണാൾഡോയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ? അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുക, മനുഷ്യർക്ക് എന്തെല്ലാം കഴിവുണ്ട്, അതിൽ ഒരു ഫുട്ബോൾ കളിക്കുക എന്നുള്ള കഴിവ്, ഈ കഴിവ് ആരാ നൽകിയത്? അള്ളാഹു. അപ്പം അള്ളാഹുവിന് നമ്മൾ എത്ര ഇഷ്ടപ്പെടണം? ശരിക്കും ആലോചിക്കുക. ഈ ചെറിയൊരു ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? കളി കണ്ടിട്ട് കളിച്ചിട്ട് ഉപകാരമുണ്ട്, കളി കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ ജയ് ഹോയൊക്കെ വിളിച്ചിട്ട് പോയിട്ട് അയാൾ ധരിച്ച പോലത്തെ വസ്ത്രം നമ്മൾ ധരിച്ചിട്ട് അയാളുടെ ഹെയർ സ്റ്റൈൽ പോലത്തെ ഹെയർ സ്റ്റൈൽ നമ്മൾ എടുത്തിട്ട് അയാളുടെ അടിമയായിട്ട് അയാളുടെ സ്റ്റൈലിൻ്റെ അയാൾ പറയുന്ന വാക്കുകൾ വേദമായി കൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു വല്ലാത്തൊരു ദുരന്തം. അതിൻ്റെ അടി ത്വാഗൂത്തുകൾക്ക്, അള്ളാഹ്ക്ക് പുറമെ അനുസരിക്കപ്പെടുന്ന പിൻപറ്റപ്പെടുന്ന എല്ലാം ത്വാഗൂത്തുകളാണ്. ആ ത്വാഗൂത്തുകളെ ഒഴിവാക്കാനാണ് ഇസ്ലാം പറയുന്നത്. ലാ ഇലാഹ, ബാക്കിയുള്ള എല്ലാത്തിനും ഒഴിവാക്കണം, മൊത്തം എടുത്തു മാറ്റി കളയണം.
അപ്പോൾ നമ്മൾ ഈ സിനിമാ താരങ്ങളാകട്ടെ മറ്റു അതിൻ്റെ പിന്നാലെ പോകുന്ന, സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ, സമ്പാദ്യം പണം എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കണം. ഈ ആരെ പറ്റിച്ചിട്ടായാലും, ആരെ വഞ്ചിച്ചിട്ടാണെങ്കിലും, എന്ത് തോന്നിവാസങ്ങൾ ചെയ്തിട്ടാണെങ്കിലും, എത്ര മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ ചെയ്ത് സമ്പത്തുണ്ടാക്കണം, സ്ഥാനമുണ്ടാക്കണം, അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ആൾക്കാർ. എത്ര ദുരന്തമാണത്, വല്ലാത്തൊരു ദുരന്തം. അപ്പോൾ ഇസ്ലാം പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെയൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. അതിൻ്റെ അടിമയല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവിലേക്ക് തിരിച്ചു. ഫുട്ബോൾ കളിക്കാരനെ ചെറിയൊരു ഫുട്ബോൾ കളി എന്ന് പറയുന്ന കഴിവിൽ അത്രയും ഇഷ്ടം, അതിനുവേണ്ടി വലിയ വലിയ കട്ടൗട്ടുകൾ വെക്കുന്നു. എന്തൊരു സ്നേഹമാണ്, മനസ്സിലങ്ങ് അതിനുവേണ്ടി വാദിക്കുന്നു, ഇടി ഉണ്ടാക്കുന്നു. ആ കഴിവ് നൽകി അള്ളാഹുവിനെ നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നു, ആ കഴിവ് നൽകി അള്ളാഹുവിനെ നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനല്ല നമ്മൾ ഇഷ്ടപ്പെടേണ്ട യഥാർത്ഥത്തിൽ. നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഷെയ്ഖ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, ചുരുക്കി അവസാനമായിട്ട് ഷെയ്ഖ് പറയുന്നു അള്ളാഹുവിൻ്റെ അടിമയാവുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. അള്ളാഹുവിൻ്റെ അടിമയായാൽ ബാക്കിയുള്ള എല്ലാത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് അടിമയായിട്ട് ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഒന്നുകിൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ അടിമ, ഇല്ലെങ്കിൽ അവൻ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ അടിമ. നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, നമ്മളെപ്പോലെ വെള്ളം കുടിക്കുന്ന, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നടക്കുന്ന, കിടന്നുറങ്ങുന്ന ഒരു സാധാ ഒരു മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ഒരവസ്ഥ. അങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നു, പാൻറ് ഇങ്ങോട്ടാക്കുന്നു, ഡ്രസ്സ് അങ്ങോട്ടാക്കുന്നു, ഇങ്ങോട്ടാക്കുന്നു, ഇങ്ങനെ ഏതൊക്കെ രൂപത്തിൽ ഇഷ്ടമുള്ള ചിന്താഗതി, വാക്കുകൾ, സിനിമയിലെ ഡയലോഗുകൾ, അതിൻ്റെ ബാക്കിൽ അതിനകത്ത് കാണുന്ന ആക്ഷൻ, അത് അത് ഭയങ്കര സംഭവമാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ നമ്മുടെ സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലുള്ളതുപോലെ എനിക്ക് ആവണം, എനിക്ക് അതേപോലെ ആവണം, ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം. അതൊക്കെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് വലിച്ചെറിയുന്ന, അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയുന്ന സകല കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, എന്നിട്ട് അവസാനമായിട്ട് ഷെയ്ഖ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇതുവരെ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സാധാരണ പറയലുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, നിങ്ങളിൽ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഇസ്ലാം സ്വീകരിക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് കാഫറാവാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല. ലക്കും ദീനിക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം. ഈ 3 ആയത്തുകൾ നമ്മൾ സാധാരണ ഓതുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, എനിക്കിഷ്ടമുള്ള പോലെ എനിക്ക് ജീവിക്കാം എന്ന രൂപത്തിൽ വിശ്വാസത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ആരുടെ വാദമാണ്? അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടോ? അത് യഥാർത്ഥത്തിൽ ഈ കാഫര്യങ്ങളുടെ വാദമല്ലേ? എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ്വാസം, മുസ്ലിമായിക്ക് ഒരു കുഴപ്പമില്ല, അതിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്തൊരു കുഴപ്പമില്ല, അതൊന്നും വിഷയമുള്ള കാര്യമില്ല എന്ന ആ ഒരു ചിന്താഗതി യഥാർത്ഥത്തിൽ അതിനെന്തോ ഇസ്ലാം, നീ ഇസ്ലാം സ്വീകരിച്ചു, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ നിസ്കരിക്കും, അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ തൊഴുകയും ചെയ്യും, ഞാൻ ക്രിസ്ത്യാനി പള്ളിയിൽ പോകുമ്പോൾ കുരിശ് വരയ്ക്കുകയും ചെയ്യും, എല്ലാം നമ്മളെല്ലാവരും ഒന്നല്ലേ, ഇഷ്ടം ഒരുമിച്ച് ഇങ്ങോട്ട് പോവാം അങ്ങോട്ട്. എന്തിനിപ്പോൾ ഇതൊക്കെ ഒരു കെട്ടിക്കുടുക്കളൊക്കെ എല്ലാം സ്വാതന്ത്ര്യമാക്കി വിട്, ഒന്ന് ഫ്രീ ആവട്ടെ ആൾക്കാർ, ഒരു മനസ്സൊക്കെ ഒന്ന് സ്വാതന്ത്ര്യം ആവട്ടെ പറയുന്ന ആൾക്കാർ. യഥാർത്ഥത്തിൽ ആ വാദം ഈ ആയത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്നത് ശരിയാണോ? യഥാർത്ഥത്തിൽ ശരിയല്ല എന്നാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. മാത്രമല്ല, എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്, അടിസ്ഥാനപ്പെട്ട 1-ാമത്തെ പോയിന്റ് എഴുതിക്കോ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീനൻ ഫലയുഖ്ബല മിൻഹു ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അല്ലാഹുവിൽ സ്വീകരിക്കുന്ന മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ. സത്യമായിട്ടുള്ളത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം മാത്രമേ സത്യമുള്ളൂ. അത് അംഗീകരിച്ചാലേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിനെ നിങ്ങൾ അംഗീകരിക്കൽ നിർബന്ധമാണ്. സ്വാതന്ത്ര്യമുണ്ടോ? ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല എന്നതാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്ന അഅതനാ ലിൽ കാഫിരീന സഈറ. ആരെങ്കിലും, ആയത്ത് ശ്രദ്ധിച്ചോ, ആരെങ്കിലും അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നില്ല എങ്കിൽ ഫഇന്ന അഅതനാ ലിൽ കാഫിരീന സഈറ, സത്യനിഷേധികൾക്ക് അതികഠിനമായ ശിക്ഷ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സംസാരം എങ്ങനെ? അള്ളാഹുവിന്റെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള അതീവ ഗൗരവത്തിലുള്ള താക്കീത് നൽകുന്ന
നീ സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ശിക്ഷയുണ്ടാകുമെന്ന് അതികഠിനമായ ഭാഷയിലൂടെയാണ് അല്ലാഹു തആല ഇവിടെ സംസാരിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞ് അത് തഹ്ദീദിന്റെ ആയത്താണ്, ഗൗരവത്തിൽ പറയുന്ന ആയത്താണ്. നമുക്ക് തമാശ ഇഷ്ടമുള്ള സ്വീകരിക്കുക, ഇഷ്ടമുള്ള അങ്ങനൊന്നുമില്ല. ഇസ്ലാമിനുള്ളിൽ ഒരാൾക്കും സ്വാതന്ത്ര്യമില്ല. ഇസ്ലാം മാത്രമാണ് സത്യം, ഇസ്ലാം മാത്രമേ സത്യമുള്ളൂ. അത് അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിച്ചാലേ സ്വർഗത്തിൽ കടക്കുവാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നീ നരകത്തിൽ പോവുക തന്നെ ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ എന്ന ആയത്തിന്റെ ഉദ്ദേശം എന്താ? അതൊരിക്കലും ഈമാനും കുഫറും തമ്മിൽ തെരഞ്ഞെടുക്കാനുള്ള കാര്യമല്ല. അത് പേടിപ്പിക്കുന്ന ആയത്താണ്, താക്കീതാണ്. നിനക്ക് വേണമെങ്കിൽ സ്വീകരിച്ചോ, നീ വേണമെങ്കിൽ സ്വീകരിക്കണ്ട, നീ പോയിക്കോ നരകത്തിലോട്ട് എന്ന രൂപത്തിൽ ഗൗരവത്തിൽ പറയുന്ന താക്കീത് നൽകുന്ന ആയത്താണെന്ന് ഷീഖ് ഇവിടെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ആയത്തിന്റെ തൊട്ടുശേഷം ബാക്കിയായിക്കൊണ്ട് ഈ 29-ാമത്തെ ആയത്തിന് ശേഷം അതിനോടൊപ്പം പറയാണ് ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ബാക്കി എന്താ? ഇന്നാ അഅ്തദനാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ. നമ്മൾ ആയത്തിന്റെ പകുതി എടുത്തിട്ട് പറയും എനിക്കിഷ്ടമുള്ള പോലെ, എനിക്കിഷ്ടമുള്ള ഞാൻ ജീവിക്കാം, എനിക്കിഷ്ടമുള്ള ജീവിക്കാം. അങ്ങനല്ല. ആയത്ത് പറഞ്ഞത് അറിയോ? നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോ, ഇല്ലെങ്കിൽ കാഫറായ. നിങ്ങൾ കാഫറായ ഇന്നാ അഅ്തദനാ ലിദ്ദാലിമീന നാറൻ, ഞാൻ നരകം വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് നരകം വെച്ചിട്ടുണ്ട്. അങ്ങനെ താക്കീത് നൽകുന്ന, ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ്. മാത്രമല്ല രണ്ടാമത്തെ ആയത്ത് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല. ഫഖദ് ഇസ്തംസക ബിൽ അതെങ്ങനെയാണ്? ബിൽ ഉർവത്തിൽ ഉസ്ഖാലം ഫിസ്സാമൽ ആയത്തുണ്ടല്ലോ. ബാക്കി ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ എന്തില്ല? ബലാത്കാരമില്ല, നിർബന്ധിച്ച്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ രണ്ട് രൂപത്തിലെ വിശദീകരണം ഉള്ളത്. ഈ ലാ ഒന്നെങ്കിൽ നഫി ആയിരിക്കും, ഇല്ലെങ്കിൽ നഹി ആയിരിക്കും. ഇനിയിപ്പം നഫി ആണെങ്കിൽ അതിൻ്റെ ഉദ്ദേശ്യം നിങ്ങൾക്കാർക്കും ദീനിലോട്ട് ജനങ്ങളെ കൊണ്ടുവരുന്നതിനൊരു കഴിവുമില്ല. നിങ്ങൾക്ക്, കാരണം ജനങ്ങൾ എങ്ങനെ ദീനിലോട്ട് വരുന്നത്? അവർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ടാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ഹൃദയം കൊണ്ട് സ്വീകരിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല എന്നതാണ് ഈ ആയത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തത്, ഇനി ആ ലാ നഹി ആണെങ്കിലോ, നിഷേധത്തിന്റെ ലാ ആണെങ്കിലോ, നഹി എന്ന് പറഞ്ഞാൽ പാടില്ല എന്നുള്ളത്, മറ്റേത് നഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളത്, നഹി എന്ന് പറഞ്ഞാൽ പാടില്ല, അരുത് എന്ന് പറയുന്നത്. അപ്പൊ നഹിയുടെ അർത്ഥമാണെങ്കിലോ, ജിസിയ കൊടുത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അണ്ടറിൽ നിൽക്കുന്ന, ജിസിയ കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇസ്ലാമിലോട്ട് നിർബന്ധിച്ചു കൊണ്ടുവരാനുള്ള അധികാരമില്ല എന്നതാണ് ആയത്തിന്റെ ഉദ്ദേശ്യം. മനസ്സിലായോ? അപ്പോൾ മൂന്നാമത് അത് നമ്മൾ ഉദ്ദേശിക്കുക, അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിച്ചു, നമുക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കാം, ഒരു കുഴപ്പം, അതിനൊരു കുഴപ്പമില്ല. അവരുടെ വാദത്തിന് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല, അങ്ങനല്ല. ഇവിടെ ആർക്കും ഇഷ്ടമുള്ളത് സ്വീകരിക്കാൻ അവകാശമില്ല. അവകാശം ഇന്ത്യൻ നിയമപ്രകാരം അവകാശമുണ്ട്, പക്ഷേ വിശ്വാസപ്രകാരം നമുക്ക് അവകാശമില്ല. അള്ളാഹുവിനെ അംഗീകരിക്കുക മാത്രമേ സ്വർഗത്തിൽ കടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നരകമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, ഞാൻ നിങ്ങളുടെ മതം അംഗീകരിക്കത്തില്ല, നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ അംഗീകരിക്കത്തില്ല, അത് തെറ്റാണ്, തെറ്റാണെന്ന് തന്നെ പറയുക തന്നെ ചെയ്യും, അംഗീകരിക്കത്തുമില്ല. അവസാനമായിക്കൊണ്ട് ശൈഖ് പറഞ്ഞു ലക്കും ദീനുക്കും വലിയ ദീൻ. ഈ ആയത്തിന്റെ ഉദ്ദേശ്യം യഥാർത്ഥത്തിൽ ഇത് കുഫാറുകളിൽ നിന്നും അവരുടെ ആരാധനയിൽ നിന്നുമുള്ള ബറാഅത്താണ്, വിടുതലാണ്. എങ്ങനെ? ഈ ആയത്ത് തൊട്ടുമ്പോ എന്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിർ, ഏ കാഫിരങ്ങളെ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കത്തില്ല, നിങ്ങൾ ആരാധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണേ. നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് ഞങ്ങളുടെ മതം, നിങ്ങളുടെ മതത്തെ ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. ദീനിൽ അംഗീകരിക്കാതെ ആ രൂപത്തിലുള്ളൊരു കാര്യവും നടക്കത്തില്ല. അതാണ് ആയത്തിന്റെ ഉദ്ദേശം. അല്ല നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് കൂടാം, ഇഷ്ടമുള്ള ചെയ്തോ, കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പോകാം, അങ്ങനല്ല. കൃത്യം സത്യമാണോ സത്യം പറയണം. ഇസ്ലാമാണ് സത്യം, അത് നിഷേധിക്കാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഉണ്ടെന്ന്, ഇസ്ലാമിന്റെ ഉള്ളിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല, ഇസ്ലാം വിശ്വാസത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല, ഇഷ്ടമുള്ള വിശ്വസിക്കാൻ പറ്റത്തില്ല. യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് ബാക്കി അതിന്റെ ആശയത്തിൽ ശൈഖ് പിന്നെ കുറച്ച് ആയത്ത് പറയുന്നു. അൻതും ബരീഊന മിമ്മാ അഅമലു വഅന ബരീഉം മിമ്മാ തഅമലൂൻ.
നബിയോട് പറയാണ്, അൻതും ബരീഊന മിമ്മാ അമലു, ഞാൻ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്ന ആൾക്കാരാണ്. വന ബരീഉ മിമ്മാ തഅമലു, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാനും വിട്ടു നിൽക്കാം. അത് അവരുടെ പ്രവർത്തിയിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും അവരുടെ വിശ്വാസം ഞാനില്ല, അതിന് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഞാൻ അള്ളാഹുവിനോട് പോകും എന്ന ആശ. അതേപോലെ ഹൂദ് നബിയുടെ വാക്ക് അദ്ദേഹം എടുത്തു കൊടുക്കുന്നു, ഇന്നഖൂലു ഇല്ല തറാക ബഅദു ആലിഹതിനാ ബിസുഇൻ ഖാല ഇന്നി ഉശ്ഹിദുല്ലാഹ വഷ്ഹദു അന്നി ബരീഉം മിമ്മാ തുശ്രികൂന മിൻ ദൂനിഹി, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ഹൂദ് നബി. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഉള്ളിലും ഇസ്ലാമിൻ്റെ ഉള്ളിൽ നമുക്ക് വിശ്വാസ സ്വാതന്ത്ര്യമില്ല. അപ്പം നമ്മൾ ഈ ആയത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിശ്വസിക്കാം, നമുക്ക് ഇഷ്ടമുള്ളവരെ വിശ്വസിക്കാം എന്ന സംഭവമല്ല. നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഇസ്ലാമാണ് സത്യം. അത് വിശ്വസിച്ചില്ലെങ്കിൽ ദുനിയാവിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാകും, പരലോകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടാകും എന്നാണ് നമ്മുടെ പ്രബോധനം. എന്ന രൂപത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ഷെയ്ഖ് പറയുന്നു, ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അൽ ഉബൂദിയ എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങൾ വായിക്കുക എന്ന് ഷെയ്ഖ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയം സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വം, അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള തേട്ടങ്ങൾക്ക് പിന്നാലെ ഓടുന്ന യുവത്വം, അതിന്റെ അപകടം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. MDMAക്ക് അടിമ, മയക്കുമരുന്നിന് അടിമ, മദ്യത്തിന് അടിമ, ലഹരിക്ക് അടിമ, സിനിമയ്ക്കും മറ്റു കാര്യങ്ങൾക്കും അടിമ. വാപ്പാനെ അറിയത്തില്ല, ഉമ്മാനെ അറിയത്തില്ല, പെങ്ങളെ അറിയത്തില്ല, കുടുംബം എന്താണെന്ന് അറിയത്തില്ല, സമൂഹം എന്താണെന്ന് അറിയത്തില്ല, യാതൊരുവിധ ഉത്തരവാദിത്വ ബോധ്യങ്ങളുമില്ല. ഒരു നന്മയ്ക്കും കാവലാളാകാതെ തിന്മയുടെ വക്താക്കളായിക്കൊണ്ട് വലിയൊരു സമൂഹം വളർന്നു വരുന്നു. സമൂഹത്തിന് നാശം. ആർക്ക് നാശം? കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ അഭിമാനം നശിപ്പിക്കപ്പെടുന്നു, സമൂഹത്തിൽ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, ആൾക്കാർ കൊല്ലപ്പെടുന്നു. എവിടെയും അരാജകത്വമാണ്. ആർക്കും ആരെയും വിശ്വാസമില്ല. ഉമ്മായിക്ക് ഭർത്താവിന് വിശ്വാസമില്ല, മക്കൾക്ക് വാപ്പാനെ വിശ്വാസമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ട ലോകാവസാനത്തിന് അടയാളങ്ങൾ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. അതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഈ മുറവിളികളാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്ന എന്തും, എൻ്റെ ഇച്ഛയ്ക്ക് തോന്നുന്ന എന്തും ഞാൻ പിൻപറ്റി മുന്നോട്ട് പോകുമെന്നുള്ള ആ ഒരു ധാർഷ്ട്യം, പിശാചിന്റെ ആ ഒരു വലയത്തിൽ അവർ പെട്ടുപോയി എന്നതല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അള്ളാഹുവിന്റെ അടിമയാവുക പിശാചിന്റെയും എൻ്റെ നെഫ്സിന്റെയും അല്ലെങ്കിൽ എൻ്റെ ഇച്ഛയുടെയും അടിമയല്ല, സമൂഹത്തിന്റെ അടിമയല്ല, മനുഷ്യർ നിർമ്മിച്ച വളവളപ്പുകളുടെ അടിമയല്ല, സമ്പത്തിന്റെ അടിമയല്ല, സമൂഹത്തിന്റെ മറ്റു കാര്യങ്ങൾ ഒന്നിന്റെ അടിമയല്ല. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഇതിനെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ അള്ളാഹുവിന്റെ അടിമയാണ്. എനിക്ക് ആരുടെ അടിമയായി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവിലേക്കാണ് നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ എത്തേണ്ടത് എന്ന് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുന്നു. അല്ലാഹു തആല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.